ഗുണ്ടകൾ നളിനാക്ഷിയെ വലിച്ചിറക്കിക്കൊണ്ട് വിസിറ്റിംഗ് റൂമിലെത്തി. കുമാരൻ തമ്പി ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് ക്രൂരമായ ഭാവത്തിൽ അവരെ നോക്കി. "ഞാൻ നിന്റെ മോളെ ഫോണിൽ വിളിക്കാം. നേരം പുലരുന്നതിന് മുമ്പ് ഇവിടെ എത്തുവാൻ നീ അവളോട് പറയണം. ഇല്ലെങ്കിൽ നിന്നെയും അവളെയും ഞാൻ കൊല്ലും." നളിനാക്ഷി മറുപടി പറഞ്ഞില്ല. കുമാരൻ തമ്പി ആകാശ് നിവാസിലേക്ക് ഡയൽ ചെയ്തു. പിന്നെ റിസീവർ അവരുടെ നേരെ നീട്ടി. നളിനാക്ഷിക്ക് തറയിൽ നിന്ന് എണീൽക്കാൻ കഴിഞ്ഞില്ല. ഗുണ്ടകൾ അവരെ വലിച്ചുയർത്തി ഫോണിനരികിൽ തന്നെ കസേരയിൽ ഇരുത്തി. വിറയ്ക്കുന്ന കൈകളോടെ അവർ റിസീവർ വാങ്ങി. "ഹലോ." ഓർമ്മയുടെ ശബ്ദം. "ഞാനാ മോളെ." "മമ്മിയാണോ?" ഓർമ്മയുടെ സ്വരത്തിൽ ജിജ്ഞാസ. "അതെ." "എന്താ മമ്മി ശബ്ദം വല്ലാതിരിക്കുന്നത്?" കാര്യം വേഗം പറയുവാൻ കുമാരൻ തമ്പി ആംഗ്യം കാട്ടി. "മോളോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്തു വന്നാലും മോൾ ഇവിടേക്ക് വരരുത്. ഈ ചെകുത്താൻ മോളെ കൊല്ലും." "പട്ടിച്ചി!" അലറിക്കൊണ്ട് കുമാരൻ തമ്പി അവരെ വീണ്ടും ചവിട്ടി. കസേരയുമായി നളിനാക്ഷി പിന്നോട്ട് മറിഞ്ഞു വീണു. അതോടെ അവരുടെ സ്വബോധം മറയുകയും ചെയ്തു. "എടുത്തു കാറിലിടിനടാ." തമ്പിയുടെ ആജ്ഞ കിട്ടിയതേ ഗുണ്ടകൾ വീണ്ടും നളിനാക്ഷിയെ എടുത്തു പൊക്കി. അവർ വാതിൽ കടന്നതേയുള്ളൂ. ഒരു ബൈക്ക് പാഞ്ഞു വന്ന് കാറിന് മുന്നിൽ നിന്നു. ഗുണ്ടകൾ അതേ നിലയിൽ നിന്ന് നോക്കി. ആകാശും ജഗദീഷും ബൈക്കിൽ നിന്നിറങ്ങി. മുന്നിലെ കാഴ്ച അവരെ അമ്പരപ്പിച്ചു. തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പിന്നാലെ പുറത്തേക്ക് വന്ന കുമാരൻ തമ്പിയുടെ കണ്ണുകൾ കുറുകി. "ആഹാ, മരുമകനാണോ? വന്നാട്ടെ, കൂട്ടുകാരനുമുണ്ടല്ലോ." "ആരിത്? ഡ്രൈവർ കുമാരനല്ലേ? ഇങ്ങനെയാണോ കുമാര കാർ പാർക്ക് ചെയ്യുന്നത്?" ജഗദീഷ് പരിഹസിച്ചു. അത് കുറുക്കിക്കൊണ്ടു. ഇവരും തന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് അയാൾക്കുറപ്പായി. "എടാ." ജഗദീഷിനെ നോക്കി അയാൾ പല്ലു കടിച്ചു. "എന്താ ഡ്രൈവറെ, ഇന്ന് കാറ് കഴുകിയില്ലേ? ഇതിൽ നിറയെ പൊടിയാണല്ലോ." "അവളെ കൊണ്ട് കാറിൽ കിടത്തടാ." ആകാശ് അവരുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. "മമ്മിയെ നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു?" "എൻ്റെ ഭാര്യയാണിവൾ. എനിക്കിഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നു. അത് തിരക്കേണ്ട കാര്യം നിനക്കില്ല." കുമാരൻ തമ്പി ഇടപെട്ടു. "അടങ്ങ് കുമാര. ഇവർ നിങ്ങളുടെ ഭാര്യയല്ലെന്നും നിങ്ങൾ ഇവരുടെ ഡ്രൈവറായിരുന്നുവെന്നും മറ്റുമുള്ള കഥകൾ ഞങ്ങൾ അറിഞ്ഞുപോയല്ലോ കുമാര." കുമാരൻ തമ്പി അനുചരന്മാരെ നോക്കി. അത് കണ്ട് ജഗദീഷ് ഷർട്ടിൻ്റെ കൈകൾ തെറുത്തു കയറ്റി. ഇനി ഏതു നിമിഷവും അടി തുടങ്ങേണ്ടി വരുമെന്ന് അവനറിയാം. അത് തന്നെ സംഭവിച്ചു. "കുത്തിക്കീറിനടാ രണ്ടിനെയും." കുമാരൻ തമ്പി ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവർ നളിനാക്ഷിയെ തറയിൽ കിടത്തിയിട്ട് മുന്നോട്ട് വന്നു. ജഗദീഷിൻ്റെ കൈകൾക്കും കാലുകൾക്കും ഒരു തരം പെരുപ്പ് അനുഭവപ്പെട്ടു. ആകാശ് കത്തിയെടുത്തു ഗുണ്ടകളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അപ്പോഴേക്കും ജഗദീഷ് അടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 5 ഗുണ്ടകൾ. ആകാശ് സൈക്കിൾ ചെയിൻ എടുത്തു പമ്പരം പോലെ കറങ്ങിയടിച്ചു. കത്തി ചിതറിത്തെറിച്ചു. അത് കണ്ടപ്പോൾ ജഗദീഷും സ്പ്രിംഗ് വടിയെടുത്തു. പൊരിഞ്ഞ അടി. ഗുണ്ടകൾ പതറിപ്പോയി. ആകാശ് ഒരുവനെ ഉയർത്തി ടൊയോട്ടയുടെ ബോണറ്റിലേക്ക് എറിഞ്ഞു. ബോണറ്റ് ചുളുങ്ങിപ്പോയി. അവിടെ നിന്നുരുണ്ട് തറയിൽ വീണ ഗുണ്ട പിന്നീട് അനങ്ങിയില്ല. കുമാരൻ തമ്പിയും മുന്നോട്ടെടുത്തു. "ആദ്യം എൻ്റെ വക ഇരിക്കട്ടെ." ജഗദീഷ് സ്പ്രിംഗ് വടി കറക്കിയടിച്ചു. തമ്പി നിലവിളിച്ചു പോയി. "കരയാതെ കുമാര, ഒന്നും ആയിട്ടില്ലല്ലോ." അവൻ വീണ്ടും അടിച്ചു. ഈ അവസരത്തിൽ ആകാശ് 2 ഗുണ്ടകളെ സ്വിമ്മിംഗ് പൂളിലേക്ക് അടിച്ചിട്ടു കഴിഞ്ഞിരുന്നു. ജഗദീഷ് കുമാരൻ തമ്പിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. "മുടിഞ്ഞ തലമണ്ടയാണല്ലോടെ നിനക്ക്. ഏതായാലും അത്താഴ പട്ടിണിക്കാരനായ നീ ഇപ്പോൾ ടൊയോട്ട കാറിലല്ലേ സഞ്ചരിക്കുന്നത്." 5-8 മിനിറ്റ് കൊണ്ട് ഗുണ്ടകളും തമ്പിയും ഒരു പരുവത്തിലായി. "ഇനി നിർത്തിക്കളയാം, ഇല്ലെങ്കിൽ ഇവന്മാർ ചത്തുപോകും." ജഗദീഷ് ഉറക്കെ ചിരിച്ചു. "ഈ കുമാരൻ ഗുണ്ടകളാണെന്ന് പറഞ്ഞ് പേടിത്തൊണ്ടന്മാരെ വെറുതെ തീറ്റിപ്പോറ്റിയതാ." ആകാശ് ഓടി നളിനാക്ഷിയുടെ അടുത്തെത്തി. "ആൻറ്റി, ആൻറ്റി." അനക്കമില്ല. "ജഗദീഷേ, ആൻറ്റിയെ ഉടനെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം. വാ." ഇരുവരും കൂടി നളിനാക്ഷിയെ എടുത്ത് കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി. "നീ ബൈക്കിൽ വാ. കാർ ഞാൻ ഓടിച്ചോളാം." കീ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. ആകാശ് കാർ സ്റ്റാർട്ട് ചെയ്തു. ആകാശിന് പിന്നാലെ ജഗദീഷ് ബൈക്ക് പായിച്ചു. കുമാരൻ തമ്പി ഒരു വിധത്തിൽ തറയിൽ നിന്ന് എണീറ്റു. തൻ്റെ അംഗരക്ഷകർ അവിടെ കിടന്ന് ഞരങ്ങുന്നത് കണ്ടപ്പോൾ അയാൾക്ക് കലിയാണ് വന്നത്. ഒന്നിനും കൊള്ളാത്ത ശവങ്ങൾ. അടുത്ത് കിടന്നവന് ഒരു ചവിട്ട് കൊടുത്തിട്ട് തമ്പി വീടിനുള്ളിലേക്ക് കയറി. ഫോണിനടുത്തെത്തി. റിസീവർ കേബിളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. നളിനാക്ഷിയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയതായിരുന്നു അത്. തമ്പി ഇൻസ്പെക്ടർ ബെഞ്ചമിന് ഫോൺ ചെയ്തു. "പ്രതീക്ഷയെല്ലാം പോയടോ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തുണ്ടായെന്ന് പറയ്, നമുക്ക് പരിഹാരം കാണാം." തമ്പി കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു.
എങ്ങനെയെങ്കിലും നൽനാക്ഷിയെ കണ്ടുപിടിക്കണം. എൻ്റെ കാറിലാണ് അവന്മാർ പോയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഏറ്റെന്നേ. അപ്പോൾ തന്നെ ബെഞ്ചമിൻ വേഷം മാറി ജീപ്പിൽ കയറി. രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട കേസായതിനാൽ മറ്റാരോടും വിവരം പറയുകയോ ആരെയെങ്കിലും കൂടെ കൂട്ടുകയോ ചെയ്തില്ല. പ്രശസ്തമായ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നൽനാക്ഷിയെ ആകാശ് അഡ്മിറ്റ് ചെയ്യിച്ചത്. സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ലാത്ത അവരുടെ നില ഗുരുതരമായിരുന്നു. ഇടയ്ക്കിടെ ഓർമ്മയെ വിളിക്കുന്നുമുണ്ട്. വീട്ടിൽ വിവരമറിയിക്കണ്ടേ? ഏതെങ്കിലും സ്ത്രീകൾ അടുത്തുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും, ജഗദീഷ് പറഞ്ഞു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ബൈക്കുമായി വീട്ടിൽ പോകുക, പിന്നെ കാറിൽ ഓർമ്മയെയും കൂട്ടി വരിക. ഡാഡിയും മമ്മിയും അറിഞ്ഞാൽ? ഇനിയിപ്പോൾ അറിയാതിരിക്കുന്നത് ശരിയല്ല. നീ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ശരി. ജഗദീഷ് ബൈക്കിൽ പോയി. കുറേ ദൂരെ പോയി കഴിഞ്ഞപ്പോൾ അസാധാരണ വേഗത്തിൽ ഒരു ജീപ്പ് പിന്നാലെ വന്നു. എന്തടേ, വായുഗുളികയ്ക്ക് പോകുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ സൈഡ് ഒതുക്കി. പക്ഷേ ബൈക്കിന് മുന്നിൽ കടന്നു ജീപ്പ് ബ്രേക്ക് ചെയ്തു. ടയറുകൾ റോഡിൽ ഉരഞ്ഞു ശബ്ദമുണ്ടായി. നടുക്കത്തോടെ അവനും ബ്രേക്ക് അമർത്തി. അപ്പോഴേക്കും ബൈക്കിന് മുന്നിൽ കുറുകെ നിന്ന് കഴിഞ്ഞിരുന്നു ജീപ്പ്. അതിൽ നിന്നും ചാടിയിറങ്ങി വന്ന CI ബെഞ്ചമിൻ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഇറങ്ങി വാടാ. അയാൾ അവനെ വലിച്ചിറക്കി. ബൈക്ക് ഇടതുവശത്തേക്ക് മറിഞ്ഞു. സാർ, എന്താണിത്? അവൻ ധൈര്യപൂർവ്വം ചോദിച്ചു. ഒറ്റയടിയായിരുന്നു മറുപടി. അടുത്ത അടി അവൻ തട്ടിക്കളഞ്ഞു. ഞാൻ എന്ത് തെറ്റാണ് സാറേ ചെയ്തത്? അതൊക്കെ പറയാമെടാ. കാൽമുട്ടുകൊണ്ടുള്ള ഇടി ജഗദീഷിൻ്റെ അടിവയറ്റിലേറ്റു. അവിടെ കൈ അമർത്തിക്കൊണ്ട് വല്ലാത്തൊരു നിലവിളിയോടെ അവൻ മുന്നോട്ട് കുനിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ കൈമുട്ടുകൊണ്ട് അവൻ്റെ പുറത്തിടിച്ചു. തല കറങ്ങുന്നത് പോലെ തോന്നി ജഗദീഷിന്. ഇൻസ്പെക്ടർ അവനെ ജീപ്പിലേക്ക് തള്ളി. പിന്നെ മുൻസീറ്റിൽ കടന്നിരുന്നു. അസ്ത്രം പോലെ ആ വാഹനം പാഞ്ഞുപോയി. അനുനിമിഷം നൽനാക്ഷിയുടെ നില വഷളാകുകയായിരുന്നു. അവരെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി. ഇനി ഇൻസ്പെക്ടർ സാമിനെ വിവരമറിയിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ ആകാശ് ഫോൺ ചെയ്തു. ഞാൻ അവിടെ എത്താം, സാമിൻ്റെ മറുപടി. അരമണിക്കൂറിന് ശേഷം ഹോസ്പിറ്റലിന് നേരെ ജീപ്പ് ഓടിച്ചു വരുമ്പോൾ SI സാം റോഡിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു ബൈക്ക് കണ്ടു. അതിനടുത്ത് ജീപ്പ് നിർത്തി ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ശ്രദ്ധിച്ചു നോക്കി. ആകാശിൻ്റെ ബൈക്കാണതെന്ന് കണ്ടപ്പോൾ അയാൾ നെറ്റി ചുളിച്ചു. അതൊരിക്കലും ഒരു ആക്സിഡൻ്റ് അല്ലെന്ന് മനസ്സിലായി. പിന്നെ എന്ത്? ഹോസ്പിറ്റൽ. സാം അവിടെ എത്തി. ആകാശിനെ കണ്ടു. അപ്പോൾ ബൈക്കിൽ പോയതാര്? സാം ആകാശിനോട് തിരക്കി. ഉത്തരം കിട്ടി. ആകാശ് പക്ഷേ ചിന്താധീനനായി. ജഗദീഷിന് എന്ത് സംഭവിച്ചിരിക്കും? അവൻ്റെ മനസ്സിൽ അപകടമണി മുഴങ്ങി. കുമാരൻ തമ്പി വെറുതെ ഇരിക്കില്ല. ബൈക്ക് റോഡിൽ കിടക്കണമെങ്കിൽ അവനെ ബലം പ്രയോഗിച്ചായിരിക്കണം കൊണ്ടുപോയിട്ടുള്ളത്. അവനെ കണ്ടുപിടിക്കണം സാം, ഇല്ലെങ്കിൽ ആപത്താണ്. കുമാരൻ തമ്പിയായാണോ സംശയം? അതെ, ഞാൻ അന്വേഷിക്കാം. ഓക്കെ. സാം ജഗദീഷിനെ തേടി ഇറങ്ങി. ഈ അവസരത്തിൽ ജഗദീഷ് കുമാരൻ തമ്പിയുടെയും ഇൻസ്പെക്ടർ ബെഞ്ചമിൻ്റെയും മുന്നിലായിരുന്നു. തമ്പി അവനെ നോക്കി ഒരു കൊലച്ചിരി പാസാക്കി. താനെന്തിനാ എളിക്കുന്നത്? അവൻ ധൈര്യം കൈവിടുന്നില്ല. തൻ്റെ ആരെങ്കിലും ചത്തുപോയ സന്തോഷം കൊണ്ടാണോ? അല്ലടാ, ചാകാൻ പോകുന്നതേയുള്ളൂ. കുമാരൻ തമ്പി രണ്ടടി മുന്നോട്ട് വന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പല്ല് ഞെരിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ തന്നെ പട്ടിയെ പോലെ തല്ലിയതോർത്തിട്ട് അയാൾക്ക് സഹിച്ചില്ല. എടാ, ഒരു അലർച്ചയോടെ തമ്പി മുന്നോട്ട് കുതിച്ച് ജഗദീഷിൻ്റെ നാഭിയിൽ ചവിട്ടി. പക്ഷെ അവൻ തെന്നിമാറിക്കളഞ്ഞു. ലക്ഷ്യം തെറ്റിയ കുമാരൻ തമ്പി മൊസൈക്ക് തറയിൽ നടുവടിച്ച് വീണു. ബെഞ്ചമാ, നോക്കി നിൽക്കാതെ അവനെ കൊല്ലടാ, അവിടെ കിടന്നുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു. CI ജഗദീഷിൻ്റെ നേരെ തിരിഞ്ഞു. സാർ, താങ്കൾ നേരത്തെ എന്നെ അടിച്ചത് ഞാനങ്ങ് ക്ഷമിച്ചു. ഇനി അതുണ്ടാവില്ല. ജഗദീഷിൻ്റെ മുന്നറിയിപ്പ് അയാൾ തള്ളിക്കളഞ്ഞു. ഇവിടെ തോറ്റാൽ മരണമാണെന്ന് ജഗദീഷിനും അറിയാമായിരുന്നു. CI ആക്രമിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവൻ അരയിൽ നിന്നും സ്പ്രിംഗ് വടിയെടുത്തു. സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്നൊന്നും ഞാൻ നോക്കുകയല്ല. മര്യാദയ്ക്ക് എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു ശവം വീഴും, ഉറപ്പാണ്. അവൻ സ്പ്രിംഗ് വടി കറക്കി. സർപ്പത്തിൻ്റെ ശീൽക്കാരം പോലെ ഒരു ശബ്ദമുണ്ടായി.